തിരുമേനി ഇല്ല അകത്ത്? തിരുമേനി അകത്തുണ്ട്, അകത്തേക്ക് വരിക. താൻ വന്നോ? ഞാൻ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോ കണ്ണന്റെ ജാതകം കൂടി എടുക്കാമെന്ന് വെച്ചു. വാനി എവിടെയോ കണ്ണന്റെ ജാതകം വെച്ച് മറന്നു. അത് നോക്കിയെടുക്കുമായിരുന്നു. അതാ തിരുമേനി വൈകിയത്. ഇത് നന്നായി. ഞാനതൊന്ന് പറയാൻ വിട്ടു. വരുമ്പോ രണ്ടാളുടെ ജാതകം എടുക്കാൻ. ആദ്യം ലക്ഷ്മോളുടെ തന്നെ നോക്കാം. എന്താ? അത് മതി. ആദ്യം മോളുടെ തന്നെ നോക്കാം. മൊത്തം ദോഷങ്ങളാണല്ലോ ശങ്കര കാണുന്നത്. വലിയ പ്രശ്നങ്ങളാണോ തിരുമേനി? അതെ, കുട്ടിയെ കാത്തിരിക്കുന്നത് വലിയ ദുഃഖങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണം, അതാണ് അവളെ കാത്തിരിക്കുന്നത്. അതാര് തിരുമേനി? അതൊന്നും ഇപ്പൊ കാണുന്നില്ല. പക്ഷെ മരണം അതുറപ്പാണ്. അത് മാത്രമേ ഉള്ളൂ തിരുമേനി. ഇനിയും കുട്ടിയുടെ ജാതകവശാൽ ഒരുപാട് പേർ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിലൊരാൾ അവളുടെ ജീവന്റെ പാതിയാകും. പക്ഷേ അവളുടെ സന്തോഷങ്ങൾ അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രം. എന്തൊക്കെയാ തിരുമേനി അവിടുന്ന് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ ഇനി നടക്കാൻ പോണ കാര്യങ്ങളാ. കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇനിയും അവളുടെ ജീവിതം ദുഃഖപൂർണ്ണമായിരിക്കും. ബന്ധുക്കളുമായ അകൽച്ച ഉണ്ടാവും, ഒറ്റപ്പെടലുണ്ടാവും. വീണ്ടും ദുഃഖ ജീവിതം കഴിഞ്ഞ പിന്നീട് നഷ്ടപ്പെട്ടതിന് പോലും അവൾക്ക് അതിന് പലതും അതിലും മികച്ചത് പലതും കാലം കാത്തിവെച്ചിട്ടുണ്ട്. ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. അതുമൂലം കുട്ടിക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണ്. അതിനെയൊക്കെ ജീവിച്ചേ മതിയാകും. കുട്ടിയുടെ പ്രിയപ്പെട്ട തന്നെ അവളുടെ കൂടെ നിന്ന് ചതിക്കും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടോ? അപ്പൊ എല്ലാം ദൈവം തെളിയിച്ചു തരും. ഇനി കണ്ണന്റെ ജാതകം തരിക. കണ്ണന്റെ ജീവിതത്തിൽ ഉണ്ടാകും പരീക്ഷണങ്ങൾ ഒരുപാട്. ലച്ചുവിന് പ്രിയപ്പെട്ട ഒരാളുടെ മരണമാണെങ്കിൽ കണ്ണൻ ഈ ജീവിതം മുഴുവൻ ദുഃഖമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ലച്ചുവിനേക്കാൾ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് കണ്ണൻ തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, കണ്ണൻ ഈ ജന്മം വിവാഹയോഗം കാണുന്നില്ല. തിരുമേനി എന്താ അവിടുന്ന് പറഞ്ഞത്? അവന് വിവാഹയോഗം ഇല്ലേ? എന്തൊക്കെയല്ലേ കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്നത്? താൻ പേടിക്കണ്ടോ? എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പരിഹാരം ദൈവം കണ്ടെത്തിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞത്, കണ്ണന്റെ ജാതകത്തില് അവന് വിവാഹയോഗം ഇല്ല. അപ്പൊ എന്റെ കുഞ്ഞിന്റെ ജീവിതം? എടോ, താനിങ്ങനെ സങ്കടപ്പെടാതെ. ഒന്നിന്റെ അവസാനം അല്ലടോ. പിന്നെ ഞാൻ ഈ കഥയിൽ നിർത്തി പറഞ്ഞതൊക്കെ നടക്കണമൊന്നുമില്ല. ഞാനിവിടെ എനിക്ക് തെളിഞ്ഞു കണ്ടതൊക്കെയാ പറഞ്ഞത്. നാളെ ഇതാവണമെന്നില്ല നടക്കുന്നത്. എല്ലാത്തിനും മുകളിൽ ദൈവം എന്ന് പറയുന്ന ഒരാളില്ലടോ. അദ്ദേഹമല്ല എല്ലാം തീരുമാനിക്കുന്നത്, എന്ത് നടക്കണം നടക്കണ്ട എന്ന്. താൻ പ്രാർത്ഥിക്കുക. തിരുമേനി പറഞ്ഞതൊക്കെ ശരിയല്ല. പ്രാർത്ഥിക്കുക, അല്ലാണ്ടിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാ ദൈവത്തിന്റെ പേരിൽ അദ്ദേഹം തീരുമാനിക്കണം. എന്റെ മക്കൾക്ക് എന്താ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിട്ടില്ലേ? ഇനി കണ്ടില്ലെങ്കിൽ അവിടുന്ന് വെളിവരും നോക്കണ്ട. ശരിയടോ, എന്നാ താൻ ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. പ്രതീക്ഷ ഒന്നും കൈവിടണ്ട. പ്രാർത്ഥിക്കുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെണ്ണ് എന്റെ കൃഷ്ണ, ഈ നേരമായിട്ട് അവൾ ഇതുവരെ വന്നില്ല. ഇതെവിടെ പോയി കിടക്കുകയാണോ എന്തോ? എന്റെ ദൈവമേ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. സീതേ മോളെ, നീ എന്തിനാ കിടന്ന് ഒച്ച വെക്കുന്നേ? എന്ത് പറ്റി? എന്റെ പൊന്നമ്മ ഉച്ചയ്ക്ക് വീട് തിരുത്തി പോയതാ. ഈ നേരമായിട്ട് അവൾ ഈ പരിസരത്ത് വന്നിട്ടില്ല. അതിനാണോ നീ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? നീ ബഹളം വെക്കൊന്നും വേണ്ട. മോള് വന്നിരുന്നു. അവള് കുളിക്കാൻ കുളത്തിലേക്ക് പോയിരിക്കുക. ഇപ്പൊ വരും അവള് കുളിയും കഴിഞ്ഞ്. ഓ, തമ്പരാട്ടി വന്നായിരുന്നോ?
എന്നിട്ട് എന്നോടൊരു വാക്ക് പറയത്തില്ല. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റ് എന്നെ തീറ്റിക്കാനായിട്ട്. ഇനി കുളിയും കഴിഞ്ഞ് വരട്ടെ മഹാറാണി. ഇതാരാ? എവിടായിരുന്നു ഉച്ചക്ക്? ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ, കണ്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ കാവി പോയതാ. ഉച്ച നേരത്തെ കാവി പോകാൻ വല്ല വട്ടുണ്ടോ? എന്തായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം? ഞാനൊന്നും കാവി പോകാറുണ്ടല്ലേ, അതറിയാം. ചോദിക്കണോ വിചാരിച്ചിരിക്കണം. ഈ ഉച്ച നേരത്ത് പോകുന്നതിന് എന്തെങ്കിലും റീസൺ? എന്തേ കാവിലെ വല്ല ഗന്ധർവനും പുറത്ത് ചാടിയിട്ടാണോ ഈ ഉച്ചക്കുള്ള ഓട്ടം? അതേടി, കാവിലെ ഗന്ധർവൻ പുറത്തിയാടി. നീ കണ്ടില്ല? കാണണം. എന്താ ഗ്ലാമർ എന്നറിയോ ഗന്ധർവന്? 6 പാക്കും 6 അടി പൊക്കം. എന്ത് ചെത്താന്നറിയോ ഗന്ധർവൻ കാണാൻ? ഗന്ധർവന്മാരിപ്പോ വന്ന് മോഡേൺ ആയോ? ഓ, മോഡേൺ ഗന്ധർവൻ. അതെ, ഒരു മോഡേൺ ഗന്ധർവൻ. വാചേ, ഞാൻ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം, അല്ലാണ്ട് എനിക്കെന്ത് പണിയോടെ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഡാൻസ് പ്രാക്ടീസ്. അല്ല, ഗന്ധർവനും വന്ന് കാണും, പുള്ളിനെ വളക്കാനായി പോയത്. നമ്മൾ ചോദിക്കുമ്പോ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറയും. പെങ്കൊച്ചെ പിടിച്ചു വല്ല കെട്ടിലും തണ്ടും. സത്യമായിട്ട് ഞാൻ അവിടെ ഡാൻസ് പ്രാക്ടീസ് പോയതാടി. അവിടെ ഗന്ധർവനൊന്നുമില്ല. നിനക്ക് ഗന്ധർവനെ കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ നീ എന്റെ കൂടെ വാ. നമുക്ക് അവിടെ പോയി അവിടെ കുടിയിരിക്കുന്ന ഗന്ധർവനെ ഉണർത്താം. ശിലയിൽ നിന്നും നമുക്ക് ഗന്ധർവനെ ഉണർത്താം. എങ്ങനെയുണ്ട്? പോരുന്നു എന്റെ കൂടെ? ഓ വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക് പ്ലാസ്റ്റിക്. പക്ഷെ എന്ത് ചെയ്യാനോ, നാളെ രാവിലെ ഞാനങ്ങ് പോത്തില്ല. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പോയി ഗന്ധർവനെ വളയ്ക്കായിരുന്നു. ചേച്ചി കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ ആ ഗന്ധർവനെ വളച്ച് കുത്തി വെക്കായിരുന്നു. എന്ത് ചെയ്യാം, യോഗയില്ല മറ്റേ യോഗയില്ല. അതൊന്നല്ല, അതൊക്കെ വിട്ടേ. ഞാൻ നമ്മുടെ വേറൊരു കാര്യം പറയാം. നാളെ നന്ദേട്ടൻ വരും. നന്ദേട്ടൻ ഏട്ടത്തിയും അമ്മായി അമ്മാവും ഒക്കെ വരും നാളെ യോഗ. നന്ദേട്ടൻ? യു മീൻ ആടി, അത് തന്നെ, എന്റെ ഏട്ടൻ നന്ദൻ. അയ്യോ, നാളെ ആണോ വരുന്നത്? അവർക്ക് 1-2 ആഴ്ച മുമ്പേ വന്നിരുന്നെങ്കിൽ എനിക്ക് അവരെ കാണാമല്ലോ. നന്ദേട്ടന്റെ കല്യാണം പോലും എനിക്ക് കൂടാൻ പറ്റില്ല. ഏട്ടത്തിനെ ഒന്ന് കാണാൻ പോലും പറ്റില്ല. വല്ലപ്പോഴും വിളിക്കുമ്പോഴെന്നാണ്. ശേ, നാളെ പോവേ ചെയ്യുമല്ലോ. ഇനിയിപ്പ എന്താ ചെയ്യാ? ഇനി അടുത്ത വരവ് വരുമ്പോഴെങ്ങാനും നന്ദേട്ടനെ കാണാം. അതിന് മുമ്പ് അവർ തിരിച്ച് യുകെയിലൊക്കെ പോകില്ലേ? ഏട്ടത്തിയുടെ സ്റ്റഡീസ് ഒക്കെ വരണേ. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. നാളെ രാവിലെ ഞാൻ കെട്ടിയൊരുങ്ങിയിരുന്നു പോകുന്നു, അത്ര തന്നെ. ഇനി എന്നെങ്കിലും നന്ദേട്ടനെ കാണാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അത് പറഞ്ഞപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്നു. അങ്ങോട്ട് പോയിട്ട് കെട്ടിയൊരുങ്ങി അവിടെ നിൽക്കണം. നമുക്കൊന്ന് പുറത്ത് പോയിട്ടാണ്. അവനും ഉണ്ട്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? എന്താടാ? അത് പിന്നെ അവന് ലൈനുണ്ടോ? ആർക്ക്? വേറെ ആർക്കാ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്? കണ്ണനോ? കണ്ണന് തന്നെ. അതെന്താ നീ ഇപ്പം അങ്ങനെ ചോദിക്കുന്നേ? അവൻ എന്നോട് ഇന്നൊരു അജ്ഞാത സുന്ദരിയുടെ കാര്യം പറഞ്ഞു. അജ്ഞാത സുന്ദരി? അതാരാണെന്ന് അറിയാൻ ചേച്ചിയോട് ചോദിക്കുക. ഓഹോ,
എന്നിട്ട് എന്ത് പറഞ്ഞവൻ? അങ്ങനെ ഒരു സുന്ദരിയുണ്ട്, അവളെ ഉടനെ കാണിക്കാൻ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പാട്ടും പാടി പോകുന്ന കണ്ട് എനിക്ക് തോന്നുന്നു തലയ്ക്ക് ഭ്രാന്തായിരുന്നു. അവൻ വെറുതെ നിന്നെ പറ്റിക്കാൻ വല്ലതും പറഞ്ഞായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ സുന്ദരി അങ്ങനെയുള്ളത് പാവം, എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് അറിയില്ല, കണ്ടുപോയിരിക്കുന്നുണ്ട് ഞാൻ സുന്ദരിയെ. കിട്ടും കിട്ടും, പെട്ടെന്ന് ഏത് കണ്ടുപിടിക്കും. ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല ഇടിക്കിട്ടുണ്ട്. അത് ശരിയാ, ആ പൊട്ടനാരെ പെണ്ണ് കൊടുക്കുന്നുണ്ട്, അത് ഞാനങ്ങ് മറന്നു. അവനൊരു മണ്ടൻ തന്നെ. മതി അവനെ കളിക്കുന്നു, വാ വീട്ടിലോട്ട് പോവാം. ഹലോ മാളമ്മ. ഞാനൊരു കാര്യം പറയാനായിട്ട് വിളിച്ചത്. നമ്മുടെ കോളേജിൽ ഇന്നൊരു അടിയുണ്ടായി. കുറേ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ചെയ്തു. പ്രിൻസിപ്പാൾ 2 ദിവസത്തേക്ക് നമുക്ക് അവധി തന്നിരിക്കും. നീ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അടി ആരുണ്ടാക്കി? എന്തായിരുന്നു, എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ഇവിടെ അങ്ങനെ അടിയുണ്ടാകും പ്രത്യേകിച്ച് ഒരു കാരണം വേണമെന്ന് എനിക്ക് തോന്നുന്നു. സ്ഥിരം തന്നെ, ഒരു കാരണമില്ല, പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. നമ്മുടെ സീനിയേഴ്സ് തമ്മിൽ അത് തന്നെ. എന്തായാലും നന്നായി, 2 ദിവസം കൂടെ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാമല്ലോ. എന്നാ പിന്നെ ശരി, ഞാൻ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം നിനക്ക്. മതി, ധാരാളം. എന്നാ പിന്നെ ശരി, ഞാൻ വെക്കാം കേട്ടോ. ഈ 2 ദിവസം കൂടെ എന്നിട്ടോ ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. ഞാൻ 2 ദിവസത്തേക്ക് പോകില്ല കേട്ടോ. ഓക്കേടാ, എന്നാ ഞാൻ നാളെ വിളിക്കാം. ശരി, ഗുഡ് നൈറ്റ്. വന്നിട്ട് നിന്നോട് കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ശരി എന്നാ. എടി നമുക്ക് നാളെ പുറത്തേക്ക് പോകാം, 2 ദിവസം അവധി ആയതുകൊണ്ട്. പോയാലോ? ഞാൻ നിന്നോടത് പറയാൻ വരായിരുന്നു. ശരി, നമുക്ക് നാളെ പോവാം. 2 ദിവസം എന്തായാലും അവധിയുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് നാളെ വൈകിട്ടോ മറ്റന്നാൾ വൈകിട്ടോ തിരിച്ചു പോവാം. ഓക്കെ? ശരി, ഞാനെന്നാ കൃഷ്ണ എന്ന് വിളിക്കട്ടെ, അവൾക്ക് റെഡി ആയി. നീ കിടന്നു. എന്നാ നീ വിളിച്ച് പറ, ഞാനെന്തായാലും കിടക്കാൻ വേണ്ടി നല്ല ഉറക്കം വരണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടന്നാ പിന്നെ. എടി പെണ്ണെ, നീ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കാതെ ചെന്ന് കഥവ് തുറന്നേ. പുറത്ത് കാറ് വന്ന ശബ്ദം കേൾക്കുന്നു. അവർ വന്ന് കാണും. ചെല്ലെ പോയി കഥവ് തുറക്കും പെണ്ണെ. ഞാനിത് ചെവി വെച്ചോണ്ട് കേട്ടില്ല കേട്ടോ. ഏട്ടൻ വന്ന് കാണും, ഞാൻ കഥ തുറക്കട്ടെ.